തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി SNLP സ്കൂളിൽ ക്ലാസ് മുറിയിൽ വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് അധികൃതർ ചികിത്സ നിഷേധിച്ചതായി പരാതി. അപകട വിവരം അറിഞ്ഞെത്തിയ രക്ഷിതാക്കളാണ് കുട്ടിയെ സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചത്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകാനൊരുങ്ങി കുടുംബം. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാംബൽ സുനിലിനാണ് ചികിത്സ നിഷേധിച്ചതായി പരാതി ഉയരുന്നത്. ജൂൺ 11-ന് ക്ലാസ് റൂമിൽ നിന്ന് വഴുതി വീണ് ഷാംബലിന്റെ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതർ കുട്ടിക്ക് മണിക്കൂറോളം ചികിത്സ നൽകിയില്ലെന്നാണ് ആരോപണം. അപകട വിവരം അറിഞ്ഞെത്തിയ രക്ഷിതാക്കളാണ് പിന്നീട് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. വിവരം പോലീസിൽ അറിയിക്കരുതെന്നും വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചികിത്സ നൽകാമെന്നും അധികൃതർ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ചികിത്സയ്ക്ക് വലിയൊരു തുക ആവശ്യമായി വന്നപ്പോൾ സ്കൂൾ അധികൃതർ കൈയൊഴിഞ്ഞെന്നാണ് കുടുംബത്തിന്റെ പരാതി. എനിക്കിത് ഇങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൂടാതെ ആ ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോനെ വെച്ച് പൈസ അടിച്ചു മാറ്റാനാണ് എന്റെ ഉദ്ദേശം എന്നാണ്. ഈ മോനെ വെച്ചിട്ട് പൈസ അടിച്ചു, അവർക്ക് ചിലപ്പോൾ അത്തരത്തിലൊരു ഉദ്ദേശം ഉണ്ടാവും, മക്കളെ വിട്ടിട്ട് പൈസ മേടിക്കാന്നുള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു രക്ഷിതാവല്ല. നമുക്ക് നമ്മുടെ മോന്റെ ട്രീറ്റ്മെന്റ് നടക്കട്ടെ. വെറുതെ ടീച്ചേഴ്സുമാരുടെ പണി കളഞ്ഞ് കുട്ടികളുടെ പഠനം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരിക, സ്കൂൾ അടയ്ക്കുക, അത് വിഷമമുള്ള കാര്യം തന്നെയാണ്. കൂലിപ്പണിക്കാരനായ സുനിലിന്റെയും ഷമിതയുടെയും മകനാണ് ഷാമിൽ. കുട്ടി 1 മാസത്തിലേറെയായി വെറും ജ്യൂസ് മാത്രം കഴിക്കാവുന്ന അവസ്ഥയിലാണ്. ഷാമിലിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.